ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ SMP ജംഗ്ഷനിലെ റോഡിലെ കുഴികൾ കാരണം ഗതാഗത കുരുക്ക് പതിവായി. കുഴികളിലൂടെ വാഹനങ്ങൾ വേഗത കുറച്ചു പോകുമ്പോൾ പാതയിൽ നീണ്ട നിരയായി മാറുകയാണ്. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ അവധി ദിവസത്തെ കാഴ്ചയാണിത്. പ്രവൃത്തി ദിവസങ്ങളാണെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് ഇരട്ടിയിലേറെയാകും. എത്ര കാലമായി ഷൊർണൂർ ഭാഗത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വണ്ടികള് ഒരു കുഴി കടക്കുമ്പോഴത്തിന് 10-20 വണ്ടികളെ ബാക്കിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പോകുമ്പോൾ മാത്രം ഒന്ന് നേരാക്കി. അതിനുശേഷം എത്ര വർഷമായി എന്നറിയോ? ഷൊർണൂർ മുനിസിപ്പാലിറ്റി അറിയപ്പെടുന്ന മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾക്ക് വണ്ടികൾക്ക് ഭയങ്കരമായിട്ട് കംപ്ലൈന്റും കാര്യങ്ങളും വരികയാണ്. യാത്രക്കാരിപ്പോ നിങ്ങൾ ഈ ലൈനിലേക്കൊക്കെ ഒന്ന് നോക്കി നോക്കൂ. എത്ര വണ്ടികളെ ബ്ലോക്കായി കിടക്കണമെന്ന് അറിയോ? ഇത് സ്ഥിരമായിട്ട് അനാസ്ഥ എന്ന് പറഞ്ഞാൽ അനാസ്ഥ തന്നെയാണ്. അഗാധ കുഴിയാണ്. അതായത് ബൈക്കുകാർ എന്തായാലും വീഴും, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ പോണത്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസുകളെല്ലാം ഈ റോഡിൽ കുടുങ്ങുകയാണ്. വീതിയില്ലാത്തതിനാൽ മറികടന്ന് പോകാനുമാവില്ല. വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ആഴമറിയാതെ വേഗത കുറച്ചാണ് വാഹനങ്ങൾ പോകുന്നത്. ബസ്സുകൾക്കാണ് ഏറെ പ്രയാസം. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന തൃശൂർ ഒറ്റപ്പാലം പാതയിൽ സമയം തെറ്റിയാൽ തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചതോടെയാണ് പാതയുടെ അവസ്ഥ കൂടുതൽ ശോച്യമായത്. 3 വർഷത്തോളമായി റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും. മഴക്കാലം തുടക്കം കുറിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയിലാണ്. എല്ലാം റോഡുകളിലും നടുവിൽ വലിയ വലിയ കുഴികളാണ്. അതിന് ബൈക്കുകൾ ഉൾപ്പെടെ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള വലിയ വലിയ കുഴികളാണ് നടു റോഡിലുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ആംബുലൻസ് അരുവികളായിട്ട് ആംബുലൻസ് പോണ റോഡാണ് ഈ റോഡ്. ഇത് ഇത്തരം സമയം മഴ പെയ്താൽ റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ. അപ്പോൾ രോഗികളെ കൊണ്ടുവന്ന ആംബുലൻസ് ഉൾപ്പെടെ അത് തടസ്സപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. മഴ പെയ്തു തുടങ്ങിയതോടെ താൽക്കാലിക പരിഹാരത്തിനും സാധ്യതയില്ല. ഇനി ഈ മഴക്കാലം കഴിയട്ടെ എന്നായിരിക്കും പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. അതുവരെ റോഡിനെ ആശ്രയിക്കേണ്ടി വരുന്നവർ ഈ ദുരിതപർവം താണ്ടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.